നമസ്തേ. പാകിസ്ഥാനുമായി നടന്ന എല്ലാ യുദ്ധത്തിലും ഇന്ത്യ വിജയിച്ചു. പിന്നെ എങ്ങനെ ഇന്ത്യക്ക് ഭൂമി നഷ്ടപ്പെട്ടു? പാക് അധീന കശ്മീർ എങ്ങനെ പോയി? അന്വേഷിച്ചു പോയപ്പോഴാണ് ചതിയുടെ, വഞ്ചനയുടെ ചില ഇടപെടലുകളുടെ ചരിത്രം അറിയുന്നത്. ദേശാഭിമാനിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി എന്ന മഹാമനുഷ്യന്റെ മരണത്തിന്റെ ശാപം ഇന്ത്യയെ അലട്ടുകയാണ്. 1967 ലാഹോറിൽ വരെ പാറിയ ഇന്ത്യൻ പതാക, യുദ്ധത്തിൽ പലതവണ കീഴടങ്ങിയ പാക് സൈനികർ, അവരെ വിട്ടുകൊടുത്തതിന് ഒപ്പം നമ്മുടെ ഭൂമി എന്തിനവർക്ക് വിട്ടു നൽകി? 1957 യുദ്ധത്തിൽ അമേരിക്ക ഗോതമ്പിന് ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ രാജ്യത്തെ ഉയർത്താൻ, തളരാതിരിക്കാൻ ജയ് ജവാൻ ജയ് കിസാൻ മുദ്രാവാക്യം ഉയർത്തിയ ധീര ദേശാഭിമാനി ഉപരോധങ്ങളെ മറികടന്ന് നേടിയ വിജയം. 1966 പാക് അധിനിവേശ കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാക്കാൻ താഷ്കന്റ് കരാർ ഒപ്പിടാൻ പോയ ലാൽ ബഹദൂർ ശാസ്ത്രിക്ക് കിട്ടിയ നിർദ്ദേശം പാക് അധിനിവേശ കാശ്മീർ വിട്ടുകൊടുക്കാനായിരുന്നു. അന്നത്തെ ഇന്ത്യൻ നേതൃത്വം നൽകിയ നിർദ്ദേശം. ഞെട്ടലോടെ അത് കേട്ട ലാൽ ബഹദൂർ ശാസ്ത്രി ജനങ്ങളോട് എനിക്ക് ചില സത്യങ്ങൾ പറയാനുണ്ട് എന്നറിയിച്ചു. പക്ഷേ പിറ്റേ ദിവസം അദ്ദേഹം കൊല്ലപ്പെട്ടു. വിഷബാധയേറ്റാണ് മരണമെന്നറിഞ്ഞിട്ടും മരണം ഹൃദയാഘാതമാക്കി മാറ്റി. അദ്ദേഹത്തിന്റെ മരണത്തിൽ തെളിവ് നൽകാൻ പോയ സെക്രട്ടറിയും സഹപ്രവർത്തകരും അപകടത്തിൽ കൊല്ലപ്പെട്ടു. പിന്നീട് അന്വേഷണങ്ങൾ നിലച്ചു. എന്താണ് അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നത്? ചതിയുടെ ചില കഥകൾ. സുഭാഷ് ചന്ദ്രബോസ് അടക്കം ഇങ്ങോട്ട് ലാൽ ബഹദൂർ ശാസ്ത്രി വരെ നീളുന്ന ചില ചതികളുണ്ട്. ജവഹർലാൽ നെഹ്റുവിന് പകരം സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നുവെങ്കിൽ ഇന്ത്യയുടെ ഒരു തരി മണ്ണ് ചൈനയും പാകിസ്ഥാനും തൊടില്ല എന്ന് ഉറപ്പ്. താഷ്കന്റ് കരാറിന് ശേഷം നടന്ന ഷിംല കരാർ വീണ്ടും ഞെട്ടിക്കുന്നതായിരുന്നു. ഇന്ത്യയുടെ 15,000 ഏക്കർ ഭൂമി തോറ്റ പാകിസ്ഥാന് വിട്ടു നൽകി. എന്തിന്? ഓരോ രാജ്യസ്നേഹിയും ചോദിക്കും, തോറ്റവർക്ക് എന്തിന് നൽകി ഇന്ത്യൻ ഭൂമിയെന്ന്. അതിനുശേഷം ഇന്ത്യയുടെ സൈനിക വളർച്ച കുറഞ്ഞു. ഇന്ത്യൻ സൈനികമായ കരാറുകൾ ഏർപ്പെടുമ്പോൾ തന്നെ സമരങ്ങൾ, ഇടപെടലുകൾ, കാർഗിൽ യുദ്ധത്തിൽ വിജയത്തിന് കാരണമായ ബോഫേഴ്സ് തോക്കുകൾ വാങ്ങിയതിനും അവസാനം റാഫേൽ വാങ്ങാതിരിക്കാനും വാങ്ങും എന്നുറപ്പായപ്പോൾ അതിന്റെ പ്രതിരോധ രഹസ്യം വെളിപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടും രാഷ്ട്രീയ സമരങ്ങൾ. എന്തിന്? ഇന്ത്യയുടെ സൈനിക രഹസ്യം എന്തിന് പരസ്യമാക്കണം? പഴകിദ്രവിച്ച മിഗ് വിമാനങ്ങൾ, വെടിയേറ്റാൽ ഏറ്റവന് ഒന്നും പറ്റാത്ത തരം തോക്കുകളുമായി ഇന്ത്യൻ സൈന്യം പരിതാപകരമായ നിലയിലായിരുന്നു. ഈ സമയത്ത് റാഫേൽ ഇല്ലാത്ത അവസ്ഥയാണെങ്കിൽ ആലോചിച്ചു നോക്കുക. കൃത്യമായ നടപടികളാണ് പ്രധാനമന്ത്രി നടത്തിയത്. വൻകിട ആയുധ ഇടപാടുകൾ, വിമാനവാഹിനികൾ, ആണവ അന്തർവാഹിനികൾ, സ്വദേശി യുദ്ധവിമാനങ്ങൾ, വൻ മിസൈലുകൾ. ഇന്ത്യ പിടിച്ചു നിൽക്കും, വിജയിക്കും. ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ കണ്ണീരിന് പ്രായശ്ചിത്തം ചെയ്യും. ജയ് ഹിന്ദ്.